നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സൗന്ദര്യം ഒന്ന് കാണാം. യുദ്ധാനന്തരം എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ചാനലിലും യൂട്യൂബിൽ കാണുന്ന തള്ളിമറിക്കപ്പുറം എന്താണ് യാഥാർത്ഥ്യം എന്ന് അറിയാൻ വേണ്ടി ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ജമ്മുത്താവി, അവിടുന്ന് ശ്രീനഗർ വഴി പോകുന്ന യാത്രയിലാണ്. യാത്രാ മധ്യയിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. വഴിയിൽ ഈ പറയുന്ന പോലെ സാധാരണ ഉള്ള ഗ്രാമീണ ജീവിതങ്ങൾ പോലെ വഴിവാണിഭക്കാരും കേരളത്തിൽ നിന്നുള്ള തേങ്ങ കാശ്മീരിൽ കൊണ്ടുവന്നിട്ട് കേരളീയരായ നമുക്ക് വിൽക്കുന്ന കാഴ്ചകളും നല്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടാണ്. നമ്മൾ മെയ് 21-22 കാല സമയത്താണ് പോയത്. ഈ പറഞ്ഞ പേൽഗ്രാം ആക്രമണത്തിനൊക്കെ 2 ആഴ്ചകൾക്ക് ശേഷം. വീഡിയോ ഇടാൻ ലേറ്റായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ടണലിൻ്റെ അവിടെ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയത്താണ് ഈ ഭാഗം. അപ്പോൾ ഈ പറഞ്ഞ വഴിവാണിഭക്കാരും പിന്നെ ഇഞ്ചി മിഠായി വിൽക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് സജീവമാണ്. റോഡ് സജീവമാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ, സാധാരണ നാട്ടുകാരുടെ വാഹനങ്ങൾക്ക് പുറമെ ടൂറിസ്റ്റുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അപ്പറഞ്ഞ ഭയങ്കരമായ തിരക്കുകളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ നമ്മൾ നാരങ്ങയൊക്കെ വിൽക്കുന്ന പോലെ ചെറിയ കടികളായിട്ടുള്ള ഈ പറഞ്ഞ ചെറിയ ചെറിപ്പഴം പോലത്തെ അതിൻ്റെ വകഭേദമായ വേറെ ഫലങ്ങളൊക്കെ വിൽക്കുന്ന ഗ്രാമീണ നാട്ടുകാരനും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. കാത്തിരിക്കുകയാണ് നമ്മൾ യാത്ര തുടരാൻ വേണ്ടി. നല്ല കാറ്റാണ്. അപ്പോൾ ചൂട് തന്നെയാണ്, തണുപ്പിലോട്ട് എത്തിയിട്ടില്ല. ഈ ടണൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കാശ്മീരിൻ്റെ മനോഹാരിതയിലേക്ക് എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ പറപ്പിക്കുകയാണ്. ഇത് എന്തോ 5-6 കിലോമീറ്റർ ഉള്ള ഒരു ടണലാണ്. ടണലിൻ്റെ അകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൊടിയ ഇതൊക്കെ പോയി നമുക്ക് ഭയങ്കരമായ ഫോഗ് പിടിച്ചൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സൗന്ദര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ടണൽ കഴിഞ്ഞ് വരുമ്പം ഭയങ്കരമായ കാശ്മീരിൻ്റെ സൗന്ദര്യം ഉണ്ടാവുമെന്ന് നിങ്ങളെപ്പോലെ ഞാനും പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സെയിം അതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ ശ്രീനഗറിൽ എത്തിച്ചേരാൻ 5-8 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേ എത്തത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. പിന്നെ പോകെ നമ്മൾ ലേയും ലഡാക്കും ബൈക്ക് ട്രിപ്പും അങ്ങനെ നമ്മൾ കാശ്മീരിൽ എന്തൊക്കെയാണോ കാണാൻ ഒരു ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലും നമ്മളത് ഷൂട്ട് ചെയ്ത് സംഭവം പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ യാത്ര തുടരുമ്പോൾ ചനാവ് നദിയാണ് സൈഡിൽ കൂടെ ഒഴുകുന്നത്. അതിന് സമാന്തരമായിട്ടാണ് ഈ റോഡ് പോകുന്നത്. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറിലോട്ടൊക്കെ പോകുമ്പോൾ സൈഡിൽ കൂടെ കാണുന്ന പോലത്തെ ചെറിയ റോഡൊന്നുമല്ല. 4 വരി പാതയാണ്. 2 ട്രാക്കുണ്ട്. മുകളിലും താഴേക്കായിട്ട് വലിയ പരിപാടിയാണ്. കാശ്മീർ എന്ന് ആൾക്കാർ പറഞ്ഞാലും യുദ്ധം ഭീകരാക്രമണം എന്നൊക്കെ ആൾ പറഞ്ഞാൽ റോഡൊക്കെ അടിപൊളിയാണ്. നല്ല കിടിലമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. നമ്മളിവിടുത്തെ പോലെ തന്നെ മഴ പെയ്യുമ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, റോഡ് പൊളിയും. അപ്പോൾ ഇതൊക്കെ പണിയും. പിന്നെ ഇതുപോലെ റോഡുകൾ പിന്നെയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകെ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ല. അപ്പം ഇതൊന്നും ഒരു കാരണമല്ല റോഡ് ഇല്ലാത്തതിനൊന്നും ഞാൻ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചുമ്മാ വെറുതെ രസത്തിൻ്റെ പുറത്ത്. ഇതാണ് സൈഡിൽ കൂടെ ഒരു നദി. 2 കരകളിലും വീടുകളുണ്ട്, അപ്പുറത്തും വീടുകളുണ്ട്. പുതിയ പാലങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാത്രകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊന്ന് നിർത്താം എന്നുള്ള സമ്മാനം. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നദിയുടെ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളൊന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ചെറിയൊരു അരുവിയുണ്ട്. അപ്പോൾ അരുവിയല്ല, ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ പാറയടയ്ക്കുന്നു തന്നെ. ഇത് നമ്മൾ കാണുന്ന അത്ര സെറ്റപ്പായിട്ടുള്ളതല്ല, എന്നാലും ചെറിയ രീതിയിൽ. അപ്പോൾ അവിടെ നാട്ടുകാരായ യാത്രക്കാരൊക്കെ അവിടെ കുളിക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചനാവ് നദി ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത്, റോഡിൻ്റെയൊക്കെ വീതി ഉണ്ടല്ലോ, റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തോട്ട് ചെല്ലുകയും ഇതാണ് ആ നദി. കണ്ടോ, അത്യാവശ്യം നല്ല നുരഞ്ഞു പതഞ്ഞാണ് വെള്ളമൊക്കെ പോകുന്നത്. പുതിയ പാലങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഇത് എപ്പോഴും ഇതുപോലെ വെള്ളം ഉണ്ടായിരിക്കും, ചൂടാണെങ്കിലും മഴയാണെങ്കിലും. ഇതിപ്പം മഞ്ഞൊരുകി ഒഴുകി വന്ന വെള്ളമാണ്. പിന്നെ മഴ സമയത്ത് അറിയാലോ, ഇപ്പം മഴ സമയമാണ്, അവിടെ ഫ്ലഡും കാര്യങ്ങളും. ഇത് വെള്ളം കുറവാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇത് വെള്ളം കുറവായിട്ട് ഈ അവസ്ഥ, വെള്ളം കൂടുതലായിരിക്കും എന്തായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലോട്ട് പോയത്. അപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് യാത്ര പിന്നെയും തുടരാമെന്ന് തീരുമാനിച്ചു. അപ്പുറത്ത് കാണുന്നതൊക്കെ ഗ്രാമങ്ങൾ തന്നെയാണ്. ഇത് പുതിയതായിട്ട് പണിയുന്നൊരു പാലമാണ്. അത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കരയിലോട്ട് പോയാണ് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നത്. ഈ യാത്ര തുടർന്ന് ആ പാലത്തിൽ കൂടെ കയറി അപ്പുറത്തെ കരയിലോട്ട് ചെന്നിട്ട് ആ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ കാശ്മീരിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ കണ്ടു തുടങ്ങുകയും കാശ്മീരിൻ്റെ ബാക്കിയുള്ള സുന്ദരമായ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ യാത്ര തുടരുകയാണ്.
വരും വീഡിയോകളിൽ അതെല്ലാം കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.